മാവ്. അപ്പോൾ തൊമ്മൂന് 2 വയസ്സ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ് കമ്പന്തേനി പോവുക എന്നുള്ളതും അവിടുത്തെ മുന്തിരിത്തോട്ടമൊക്കെ കാണുക എന്നുള്ളതും. സോ നമ്മുടെ ഇന്നത്തെ യാത്രയും അങ്ങോട്ട് തന്നെയാണ്. നമ്മൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചിന്നക്കനാലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലെ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് കാണുമ്പോൾ നമുക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് 2 ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നേരെ പോയത്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം കമ്പന്തേനി പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 2022-ലാണ് ലാസ്റ്റ് ടൈം വരുന്നത്. ആ സമയത്ത് തൊമ്മു 7 months എൻ്റെ വയറ്റിലുള്ള സമയമാണ്. അപ്പോൾ ഇപ്രാവശ്യം തൊമ്മു മാത്രമല്ല യെസും കൂടെ ഉണ്ട്. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പിന്നെ ആ ഒരു ടൈമിൽ വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വീണ്ടും ഇതിലെ ഒന്നും കൂടെ വരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് ഇപ്രാവശ്യം എന്തായാലും നടന്നു. അപ്പോൾ ആ സെയിം MSR മുന്തിരിത്തോട്ടത്തിലേക്ക് തന്നെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പം ചുരമൊക്കെ ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് വന്നത്. നമുക്കൊരു 9 ഹെയർ പിന്ന് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഇതുണ്ടോ, ഈ മൃഗത്തിൻ്റെ പേര് മ്ലാവെന്നോ അങ്ങാണ്ടാണ് ഡാഡി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ കുറേ മങ്കീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം നമ്മൾ ഏകദേശം ഇതുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ടൗൺ കാണാം. കമ്പം തേനി ടൗണാണെന്ന് തോന്നുന്നു. ആ ഒരു വ്യൂ ആണ് അവിടെ. പിന്നെ ഇങ്ങനെ ഒത്തിരി വണ്ടി ലോറികളൊക്കെ ബാക്കിലുണ്ടായിരുന്നതുകൊണ്ട് നമുക്കങ്ങനെ നിർത്തിയിട്ടൊന്നും കാണാൻ നമ്മൾ നിന്നില്ല. അപ്പം നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും നിറച്ച് തെങ്ങ്, മാവ്, പുളി അങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം. അതിങ്ങനെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. നല്ല രസമാണ് അതൊരു കാഴ്ച കാണാൻ തന്നെ. പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകുന്ന പോലത്തെ വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കരിക്കൊക്കെ കുടിച്ചിട്ട് നേരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടു. കരിക്ക് കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം തൊമ്മുന് മനസ്സിലായില്ല എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും. പിന്നെ ആ ബോർഡിൽ മുന്തിരിയുടെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേപ്പു എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല വെയിലാട്ടോ. അപ്പോൾ നമ്മൾ നേരെ പാടം കാണാമെന്ന് വിചാരിച്ചു. വെയിലിൻ്റെ ചൂട് കാരണം നമുക്ക് തോട്ടത്തിലവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ചൂടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല വിളഞ്ഞ് പാകമായിട്ടുള്ള മുന്തിരിക്കൊലകളാണ് മൊത്തം. അവിടെ പറിക്കരുത് എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ തൊമ്മു ഒന്നും പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. തൊമ്മുവിന് ഇത് പറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഉള്ളത്. അങ്ങനെ 2-3 പറിച്ചു. കഴിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പറഞ്ഞു ഇത് കഴുകിയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തൊമ്മു പറിക്കുന്ന കണ്ടപ്പോഴത്തേക്കും
യസൂനും പറിക്കണം. അങ്ങനെ വലിയ തിക്കും തിരക്കുമായിരുന്നു. അങ്ങനെ പിന്നെ വെയിലാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഒഴിവാക്കി കൊണ്ടുപോയി. തൊമ്മു പിന്നെ അവിടെ തട്ടി തട്ടി നിൽക്കുമായിരുന്നു മുന്തിരി പറിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയി. തൊമ്മു 7 മാസം വയറ്റിലുള്ളപ്പോഴാണ് ലാസ്റ്റ് ടൈം ഇവിടെ വന്നത്. തൊമ്മു വയറ്റിലുള്ളപ്പോഴാണ് അമ്മ ഇവിടെ വന്നത്. ഇപ്പോൾ തൊമ്മുവിന് 2 വയസ്സ്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്ന് ഒരു ബോക്സ് മുന്തിരിയൊക്കെ എടുത്ത് പെട്ടെന്ന് കാറയിലേക്ക് തിരിച്ചു പോയി. ഇനിയിപ്പം അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ടോയ് ഷോപ്പ്. അപ്പോൾ പോയപ്പോഴേ തൊമ്മു അത് കണ്ടു വെച്ചായിരുന്നു. അപ്പോൾ വന്നിട്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. വന്നപ്പോൾ തന്നെ കടയിൽ കയറി പിന്നെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വിട്ട് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാനാക്കി നേരെ നമ്മളിവിടുന്ന് കുമളി വഴി പോയിട്ട് കട്ടപ്പന ചെന്ന് കട്ടപ്പനയിൽ നിന്ന് ഒരു കാൽവരി മൗണ്ടും കൂടെ കണ്ടിട്ട് നേരെ എറണാകുളം പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു എല്ലാം. തേങ്ങയും വെള്ളവും എല്ലാം കുടിച്ച് കരിക്കെല്ലാം കുടിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരെ വിട്ടു പോവാം, ഇനി ലേറ്റ് ആക്കണ്ട, കുമളി ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചുരമെല്ലാം കയറി വിട്ടു പോവുകയാണ്. പിന്നെ വഴി സൈഡിൽ മുഴുവൻ കുരങ്ങനായതുകൊണ്ട് വണ്ടി നിർത്താതെ പറ്റത്തില്ല. തൊമ്മു ആദ്യമായിട്ടാണ് മങ്കീനെ അടുത്ത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് മങ്കീനെ കാണുകയും കാറിനകത്തുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് ചക്ക വറുത്തതും ഒക്കെ തീറ്റിക്കലായിരുന്നു തൊമ്മുവിൻ്റെ പരിപാടി. ഏകദേശം 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ കട്ടപ്പന എത്തി. അപ്പം 2 സൈഡ് നിറച്ചും തേയിലത്തോട്ടം കണ്ട നമ്മളിപ്പം കാണുന്നത് മൊത്തം ഏലവും കാപ്പിയാണ്. നിറച്ച് 2 സൈഡിലും നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമാണ് ഏലച്ചെടി ഏലം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അപ്പം കട്ടപ്പന മാസ് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് ചോറും കറിയൊക്കെ കിട്ടിയോണ്ട് എല്ലാവരും സെറ്റായായിരുന്നു. അതിൻ്റെ ഉഷാറാണ് ഈ കാണുന്നതൊക്കെ. കുറേ നേരം കളിയും പരിപാടിയൊക്കെ ആയിരുന്നു എല്ലാവരും. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കാൽവരി മൗണ്ട് എത്തി. അന്നേരത്തേക്കും നല്ല മഴ തുടങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങൾ ടോപ്പിലെത്തിയപ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയും മഴയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഓർത്തതല്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും മഴയൊക്കെ തോരുമെന്ന് വിചാരിച്ചു. പിന്നെ അവിടം വരെ ചെന്നിട്ടത് കാണാതെ പോകുന്നത് നമുക്കൊരു സമാധാനം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എത്ര മഴ പെയ്താലും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. മഴ തോർന്നപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോകണം. ചെറുതോണി കട്ടപ്പന റോഡിലാണ് ഈ ഒരു അടിപൊളി വ്യൂ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കട്ടപ്പന വന്നപ്പോഴും ഇവിടെ വരാനുള്ളൊരു സമയം കിട്ടിയില്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഇവിടെ വരണം എന്ന് തന്നെ തീരുമാനിച്ചാണ് ഇരുന്നതും. ഇവിടെ കയറുന്നതിന് നമുക്ക് ചെറിയൊരു എൻട്രി ഫീസും കൂടി ഉണ്ട്. വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോകുന്നതിൻ്റെ 2 സൈഡിലും ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടെ നമുക്ക് ചാരുബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കേണ്ടവർക്കും കാണേണ്ടവർക്കും ഒക്കെ.
ഞങ്ങൾ ചെന്നപ്പോഴും നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ നമ്മൾ നേരെ കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടി ഇടത്ത് സൈഡിൽ കൂടി ഒരു റോഡുണ്ട് കേട്ടോ മേളിലേക്ക്. അത് കുരിശുമലയ്ക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് അതിലേക്ക് ഒത്തിരി ആൾക്കാർ കയറി പോകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ നേരെ സ്പോട്ടിലെത്തി. അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. നല്ലൊരു നീല കളറാണോ പച്ച കളറാണോ എന്നാന്നറിയത്തില്ല, അത്രയൊരു ഭംഗിയാണത് കാണാൻ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒത്തിരി നേരം വൈകിയില്ല, കാരണം നമ്മളെന്തായാലും മല കയറാൻ വേണ്ടി പോകുന്നില്ല. ഇവരെയും കൊണ്ട് അതൊന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോകാൻ വേണ്ടി തുടങ്ങുവാണ്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വന്ന് ഒരു കാലിച്ചായ എല്ലാം കുടിച്ച് പിന്നെ നേരെ എറണാകുളത്തിന് വിടുവാണ്. ഇത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നേരെ പോയി. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.